പാവറട്ടിയിൽ നിന്നും കാഞ്ഞാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിലെ അപകടക്കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. ഏറെ തിരക്കുള്ള ഈ പൊതുമരാമത്ത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ചെറിയ വാഹനങ്ങൾ കുഴിയിൽ വീണും അപകടമുണ്ടാകുന്നു. മുല്ലശ്ശേരി സെന്ററിനോട് ചേർന്നുള്ള റോഡിലെ വലിയ കുഴികൾ മൂലം തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെടുന്നത്. വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനും അധ്യാപകനുമായ അജിത് പ്രസാദ് പറഞ്ഞു. പല ബൈക്ക് യാത്രക്കാരും ഈ കുഴികളിൽ വീണ് പരിക്ക് പറ്റുന്നു. വളരെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. ഒരു വാഹനം കൊണ്ട് പുറത്തിറങ്ങിയാൽ മുല്ലശ്ശേരി സെൻറ്ററിൽ പലപ്പോഴും കാഞ്ഞാണി സെൻറ്ററിനേക്കാൾ വലിയ ഗതാഗത കുരുക്കുകൾ പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നു. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ മെയിൻ റോഡിൻ്റെ പൂർണ്ണമായ തോതിലുള്ള ടാറിങ് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇതിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. മുല്ലശ്ശേരി സെന്ററിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലെ കുഴികൾ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ദുരിതമാകുന്നുണ്ട്. കരുവന്തല സെന്ററിനോട് ചേർന്നും ഏനമാവ് കടവ് സ്റ്റോപ്പിലും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിലെ വലിയ കുഴികളിൽ വീഴാതിരിക്കാൻ ചെറുവാഹനങ്ങൾ വലതുഭാഗത്തേക്ക് എടുക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടെങ്കിലും ഇപ്പോഴും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പൊതുമരാമത്ത് റോഡിലെ അശാസ്ത്രീയമായ ടാറിംഗ് മൂലം വളരെ പെട്ടെന്ന് ടാറിംഗ് അടർന്ന് മെറ്റൽ പുറത്തായ നിലയിലാണ്. യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലെമൻ ഫ്രാൻസിസും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മുല്ലശ്ശേരിയും പറഞ്ഞു. ഒരു MLA ഒരു നിരുത്തരവാദപരമായി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പഞ്ചായത്തിൽ ഈ കുഴികൾ തൂർക്കാനോ ഈ വലിയ കുഴി ഈ ആളുകൾ വീണ് ഉണ്ടാകുന്ന അപകടം ഇല്ലാതാക്കാനോ ഉള്ള ഒരു ശ്രമം ഒരു ടെലിഫോൺ കോൾ പോലും MLA അധികൃതർക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. വെങ്കിടങ് മുല്ലശ്ശേരി മേഖലയിലെ സഞ്ചാര ദുരിതത്തിന് പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV ന്യൂസ്, പാവറട്ടി.